അപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും നീതി ലഭ്യമാകരുത് എന്നുള്ള നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മുനമ്പത്ത് BJP എടുത്തിരിക്കുന്ന നിലപാടിനെക്കുറിച്ചും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെക്കുറിച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ച് നടത്തിയാൽ പോലും ജനങ്ങളെ എക്കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ സഖ്യക്കാർ തിരിച്ചറിയണം. ഇപ്പോൾ നേരത്തെ നമ്മുടെ മുത്തലാഖ് നിയമം ഉണ്ടായപ്പോൾ, ആ നിയമം പാസാക്കിയപ്പോൾ ഇതേ തരത്തിലുള്ള പ്രചരണം നടത്തിയ ആളുകളാണ് കേരളത്തിലെ ഇന്ത്യ സഖ്യക്കാർ. ആ ഇന്ത്യ സഖ്യം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ തന്നെ ഇല്ലാതാകുന്നു, മതപരമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാകുന്നു. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ആ മുത്തലാഖ് നിയമം പ്രാവർത്തികമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നീതി ലഭ്യമായിട്ടുള്ള സഹോദരിമാരുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. നാളെ ഇക്കാര്യത്തിലും വഖഫ് ഭേദഗതി സച്ചാർ കമ്മീഷൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരുൾപ്പെടെയുള്ളവരുടെ ഭൂമി, ആ ഭൂമി തട്ടിയെടുത്ത് സ്വാധീനമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം അവസാനിപ്പിക്കുന്ന ഒരു സമീപനം, അങ്ങനെ ഒരു നിലപാട്, ആ നിലപാടിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഈ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നീതി ലഭ്യമാകുന്ന സാഹചര്യം, ആ സാഹചര്യത്തിന്റെ വാർത്തകളും അധികം വൈകാതെ തന്നെ കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകര് ഈ നുണകളുടെ പെരുമഴ, ആ പെരുമഴ പെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ 4 തുള്ളി വെള്ളം എന്റെ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. മാധ്യമങ്ങളാണോ വളച്ചൊടിച്ചത് അതോ ഇന്ത്യ സഖ്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ അത്ര വിശദമായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ വന്ന വാർത്തകൾ, കാരണം ഇന്നലെ 2 സന്ദർഭങ്ങളിൽ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആദ്യം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകൾ, ആ വാർത്തകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ, മാധ്യമങ്ങളുടെ ഇടയിലുള്ള CPM ഫ്രാക്ഷൻ ഉണ്ടാക്കിയതാണോ? ഓരോ മാധ്യമത്തിലും CPMന്റെ ഫ്രാക്ഷൻ ഉണ്ട്, അതെനിക്കറിയുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ, ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, ഇനി CPMന്റെ ഫ്രാക്ഷനിൽ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ള വിഷയമാണ്. ഫ്രാക്ഷനിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യമാണ്, അത് ഞാൻ പറയാം. അതല്ല ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ നെറേറ്റീവിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോയതാണോ എന്നെനിക്കറിയില്ല. അതിനുശേഷം ഈ പശ്ചാത്തലത്തിലാണ് ശ്രീ കിരൺ റിജ്ജു മുനമ്പത്ത് ചെന്ന് ജനങ്ങളോട് പൊതുസമ്മേളനത്തിൽ നേരിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിച്ചു. ആ വിശദീകരിച്ചതിന് ശേഷവും ആദ്യമുണ്ടാക്കിയ കഥ, ആ കഥ തന്നെ വീണ്ടും പ്രചരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ കഥകളൊന്നും അധികകാലം നിലനിൽക്കില്ല എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെയാ പറഞ്ഞ അങ്ങനെ? ഞാൻ കേട്ടു. അതായത് വഖഫ് നിയമത്തെ സംബന്ധിച്ച് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ വരികളും അദ്ദേഹത്തിന്റെ ശബ്ദവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൊതുസമ്മേളനത്തിൽ പറഞ്ഞതും മാധ്യമങ്ങൾ ചിലർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ കേട്ടു. ശാശ്വതമായ പരിഹാരമല്ല എന്ന് അദ്ദേഹം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ശാശ്വതമായ പരിഹാരം ഇത് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ ഈ ഇന്ത്യ സഖ്യത്തിന്റെയും ഫ്രാക്ഷന്റെയും സ്വാധീനം വളരെ കൂടുതലാണ്. കേന്ദ്രമന്ത്രി സംസാരിച്ചതിന് ശേഷമല്ല ഇത് പറഞ്ഞത്, അതിനു മുൻപുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സംസാരിച്ചതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമായി പൊതുസമ്മേളനത്തിൽ.
കാര്യമില്ല, കോടതികളിൽ നിയമപോരാട്ടം നടത്തട്ടെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിയമ പോരാട്ടം നടത്തട്ടെ എന്നല്ല പറഞ്ഞത്. സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കൂടുതൽ പറയുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരു കേസ് കോടതിയിൽ നടക്കുകയാണ്. ആ കേസ് നിയമം വന്നതുകൊണ്ട് നാളെ മുതൽ കേസ് അവസാനിക്കില്ലല്ലോ. അത്രയും അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ചുമതലയല്ലേ അത് പറയേണ്ടത്. നാളെ മുതൽ കേസ് ഇതിൽ കംപ്ലീറ്റ് തീർന്നു, ഇനി നിയമം പ്രാവർത്തികമാവും. അങ്ങനെയല്ലല്ലോ. നിയമം ഉണ്ടായി, ചട്ടങ്ങൾ ഉണ്ടാകണം. എല്ലാ നിയമത്തിനും ചട്ടങ്ങൾ ഉണ്ടാകണം. ഒരു നിയമവും നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാകുന്നത്. ആ നിയമം പ്രാവർത്തികമാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാകും. ആ ചട്ടങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ചട്ടങ്ങൾ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന തരത്തിലുള്ള ചട്ടങ്ങളായിരിക്കും. അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇത് പറയുന്ന എന്റെ പ്രശ്നം അതല്ല. എന്റെ ചോദ്യം, ഈ മുനമ്പത്തെ ജനങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇത്രയും കാലം വേട്ടക്കാർക്കൊപ്പമായിരുന്നു. അവരിപ്പോ എന്തായി ഇരകൾക്കൊപ്പമാണ് എന്നുള്ള നിലപാട് എടുത്തിട്ട് അവരൊരക്ഷരം കേരളത്തിന്റെ നിയമസഭയിലെ പ്രമേയം പിൻവലിക്കട്ടെ. അല്ലെങ്കിൽ പാർലമെന്റിൽ നടത്തിയ ചർച്ചയിൽ അവരെന്താ ഒരക്ഷരം മിണ്ടാതിരുന്നത്? അതാണ് എന്റെ ചോദ്യം. അതിനൊരു പ്രസക്തി ഇല്ലാന്ന് പറഞ്ഞല്ലോ. ആ റിപ്പോർട്ടിനൊരു പ്രസക്തി ഇല്ലെന്ന് കോടതി തന്നെ പറഞ്ഞു. അത് പുനഃസ്ഥാപിച്ചു. പക്ഷെ പുനഃസ്ഥാപിക്കുന്നതിനിടയിൽ പുതിയ നിയമം വന്നല്ലോ. ഇനി ആ ജുഡീഷ്യൽ കമ്മീഷൻ എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ. കേരള ഗവൺമെന്റ് എല്ലായ്പ്പോഴും പല പല കമ്മീഷനുകളെ നിയമിക്കാറുണ്ട്. ഏതെങ്കിലും കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പണ്ട് ധാരാളം ചർച്ച ചെയ്തതല്ലേ WCCക്കാരുടെ ഇത് ഇഷ്യൂ? അതൊക്കെ എവിടെ എത്തി? അതുപോലെ എത്രയോ ജുഡീഷ്യൽ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് 2-3 കുറച്ച് ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കാനും അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി. അത്രേ ഉള്ളൂ.